സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ജാതി സെൻസസ് 2026 ഒക്ടോബർ 1 മുതൽ 2 ഘട്ടങ്ങളിലായി ദശാബ്ദ സെൻസസിനൊപ്പം നടക്കും. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മഞ്ഞുവീഴ്ചയുള്ള മലനിരകളിലും അതുപോലുള്ള മറ്റ് പ്രദേശങ്ങളിലുമായിരിക്കും ആദ്യഘട്ട സെൻസസ്. സെപ്റ്റംബർ 30 അർദ്ധരാത്രി 12 മണി പിന്നിടുമ്പോൾ വിവരശേഖരണം ആരംഭിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ ജാതി സെൻസസ് ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മഞ്ഞുവീഴ്ചയുള്ള മലനിരകളിലും അതുപോലുള്ള മറ്റു പ്രദേശങ്ങളിലുമാകും ആദ്യഘട്ടമായി സെൻസസ് നടക്കുക. 2026 ഒക്ടോബർ 1 മുതൽ 2 ഘട്ടങ്ങളിലായി ദശാബ്ദ സെൻസസിനൊപ്പമാകും ജാതി സെൻസസ് നടക്കുക. ഫെബ്രുവരി 28 അർദ്ധരാത്രി 12 മണി കഴിയുന്നതോടെ സെൻസസ് പ്രക്രിയയ്ക്ക് തുടക്കമാകും. 2028 വരെ പ്രക്രിയ നീണ്ടു നിൽക്കും. ഇതിനുള്ള വിജ്ഞാപനം 1948 സെൻസസ് നിയമത്തിന്റെ ചുവടുപിടിച്ച് ജൂൺ 16 ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അവസാന സെൻസസ് 2011 നടന്നത്. ഇതുപ്രകാരം 121 കോടിയായിരുന്നു ജനസംഖ്യ. 2021 നടക്കേണ്ട സെൻസസ് കൊറോണ കാരണം മാറ്റിവെച്ചു. 6 വർഷം വൈകിയാണിപ്പോൾ സെൻസസ് നടക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ജനസംഖ്യ 145 കോടി കവിയുമെന്നാണ് സൂചനകൾ. മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും പുതിയ സെൻസസിന് ശേഷം ഉണ്ടാകും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കാനാണ് ജാതി സെൻസസ് എന്നായിരുന്നു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ചരിത്രപരമായ തീരുമാനമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു. ജനം, ഡൽഹി.